നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ചൈന ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ്. എന്നാൽ വെറും 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ ദാരിദ്ര്യ നിരക്ക് 90%-ലധികമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ദാരിദ്ര്യവും പട്ടിണിയും ആ രാജ്യത്തെ ദുരിതത്തിലാഴ്ത്തിയ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ അത്രയും വലിയൊരു പരിവർത്തനമാണ് നമ്മൾ കണ്ടത്. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിഞ്ഞ ആ രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. 1978 ആഗോള GDP-യിൽ ചൈനയുടെ സംഭാവന വെറും 2% മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ലോക GDP-യിലേക്ക് അവർ 18%-ലധികം സംഭാവന ചെയ്യുന്നു. അവരുടെ ദാരിദ്ര്യ നിരക്ക് 1%-ൽ താഴെയാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ചൈന. പല കാര്യങ്ങളിലും ഒരു സൂപ്പർ പവറായി കണക്കാക്കാവുന്ന ഒരു രാജ്യം. പക്ഷേ ഇതെങ്ങനെ സാധ്യമായി? അവർ ഉപയോഗിച്ച മാന്ത്രിക സൂത്രവാക്യം എന്തായിരുന്നു? ഈ വീഡിയോയിൽ നമുക്ക് ചൈനയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ശ്രമിക്കുക. സാംസ്കാരിക വിപ്ലവത്തിൽ നിന്നും പുറത്തു വന്ന ചൈന ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായിരുന്നു. 1978 ഒരു ആശയം ഉയർന്നു വരികയും അത് കമ്മ്യൂണിസ്റ്റ് ചൈനയെ തലകീഴായി മാറ്റാൻ പോകുന്ന ഒന്നുമായിരുന്നു. അതിന്റെ തുടർച്ചയായി ചൈന വിവിധ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം നടത്തി. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളൊന്ന് വെറും 4 പതിറ്റാണ്ടുകൾ കൊണ്ട് എങ്ങനെ ആഗോള ശക്തിയായി മാറി എന്നത് ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തി. രണ്ടായിരം വർഷം മുമ്പ് ചൈനയെ ഭരിക്കുകയും അതിനെ ഏകീകരിക്കുകയും ചെയ്ത ഒരു പഴയ രാജവംശത്തിന്റെ പേരായിരുന്നു ക്വിൻ. ചൈനീസ് ആളുകൾ അവരുടെ രാജ്യത്തെ ചൈന എന്ന് വിളിക്കുന്നില്ല. പകരം അവർ ഉപയോഗിക്കുന്നത് സോങ്കുവോ എന്ന പേരാണ്. മധ്യരാജ്യം അഥവാ മിഡിൽ കിങ്ഡം എന്നാണ് ഇതിനർത്ഥം. ലോകത്തിന്റെ കേന്ദ്രമായിരുന്നു ചൈന എന്ന അവരുടെ 4000 വർഷം പഴക്കമുള്ള ചരിത്രത്തെയാണ് ഈ പേര് പ്രതീകവൽക്കരിക്കുന്നത്. ഭൂപടത്തിൽ കാണുന്നത് പോലെ ചൈന ലോകത്തിലെ 4ാമത്തെ വലിയ രാജ്യമാണ്. ഇതിന് ഇന്ത്യയുമായി അതിർത്തിയുണ്ട്. എന്നാൽ ചൈനീസ് ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നും വളരെ അകലെ കിഴക്കൻ തീരത്താണ് താമസിക്കുന്നത്. കാരണം കൃഷിക്ക് സാധ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൂടുതലും ആ പ്രദേശത്താണ്. പടിഞ്ഞാറ് ഹിമാലയൻ പർവ്വതങ്ങളും മരുഭൂമികളുമാണ് അധികം. വലിപ്പം കാരണം 19ാം നൂറ്റാണ്ട് വരെ ചൈന വളരെ വിജയകരവും ശക്തവുമായ ഒരു രാജ്യമായിരുന്നു. അതിനുശേഷം അത് കോളനിവൽക്കരണത്തിന്റെ പിടിയിലായി. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചെയ്തതുപോലെ ചൈനയെ പൂർണ്ണമായി കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പല വഴികളിലൂടെ ചൈന കൊള്ളയടിക്കപ്പെട്ടു. ഈ കാരണത്താൽ 1839 മുതൽ 1949 വരെയുള്ള കാലഘട്ടം അപമാനത്തിന്റെ നൂറ്റാണ്ട്, ദ സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്നാണ് ചൈനക്കാർ ഓർമ്മിക്കുന്നത്. 1839 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയിലേക്ക് കറുപ്പ് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഇതിന്റെ തുടക്കം. ഇത് ചൈനീസ് സമൂഹത്തെ തകർത്തു. ഇതിനുശേഷം ചൈനയുടെ പ്രധാനപ്പെട്ട ഭൂമിയും തുറമുഖങ്ങളും ബ്രിട്ടീഷുകാർ കൈമാറാൻ ചൈന നിർബന്ധിതമായി. 1937 മുതൽ 1945 വരെ ചൈനക്കാർക്ക് ജാപ്പനീസ് കോളനിവൽക്കരണക്കാരുടെ കൈകളിലും അതിഭീകരമായ പീഡനം സഹിക്കേണ്ടി വന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 30 ദശലക്ഷം ചൈനക്കാർ കൊല്ലപ്പെട്ടു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ചൈനയിൽ വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദേശീയ പാർട്ടിയായിരുന്ന KMTയും തമ്മിലായിരുന്നു യുദ്ധം. 1949 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തോടെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു. ദേശീയ പാർട്ടിയുടെ ആളുകൾ അടുത്തുള്ള ഒരു ദ്വീപിലേക്ക് പലായനം ചെയ്തു. അതാണ് ഇന്നത്തെ തായ്വാൻ. പ്രധാന ഭൂപ്രദേശങ്ങളായ ചൈന ഭരിച്ചത് മാവോ സേത്തുങ് ആയിരുന്നു. 1958 മാവോ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ക്യാമ്പയിൻ ആരംഭിച്ചു. രാജ്യത്ത് സാമ്പത്തിക സാമൂഹിക പരിവർത്തനം കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഭൂവുടമകളിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക എന്നതായിരുന്നു ഇതിലെ പ്രധാന നയം. തുടർന്ന് കൃഷി കൂട്ടായി ചെയ്യാനുള്ള സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിന്റെ കൈകളിലായിരിക്കും. രണ്ടാമതായി വ്യാവസായികവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ ആളുകളോട് അവരുടെ വീട്ടുമുറ്റങ്ങളിൽ ചെറിയ സ്റ്റീൽ ഫർണസുകൾ ഉണ്ടാക്കി പ്രാദേശിക തലത്തിൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ സാമ്പത്തികമായി വികസിപ്പിക്കുക എന്നതായിരുന്നു മാവോയുടെ ലക്ഷ്യം. എന്നാൽ ഫലം വളരെ മോശമായിരുന്നു. ആളുകൾ നിർമ്മിച്ച ചെറിയ സ്റ്റീൽ ഫർണസുകൾ നിലവാരം കുറഞ്ഞ സ്റ്റീലാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇത് വിഭവങ്ങൾ പാഴാക്കി. രണ്ടാമതായി ലാഭവിഹിതമോ സ്വകാര്യ ഉടമസ്ഥാവകാശമോ ഇല്ലാത്തതിനാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് ഒരു പ്രചോദനവുമില്ലായിരുന്നു. ഉൽപ്പാദനക്ഷമതയിൽ അതുകൊണ്ട് തന്നെ വലിയ ഇടിവുണ്ടായി. 1958നും 61നും ഇടയിൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം 15% കുറഞ്ഞു. മോശം കാലാവസ്ഥയും മാവോയുടെ മറ്റ് ചില നയങ്ങളും കാരണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യം മുഴുവൻ പട്ടിണിയിലായി. ഈ മഹാദുരന്തത്തിൽ ഏകദേശം 20 മുതൽ 40 ദശലക്ഷം ആളുകൾ വരെ ചൈനയിൽ മരിച്ചു.
ഇത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ക്ഷാമങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. മാവോയുടെ സ്വേച്ഛാധിപത്യപരമായ പല തീരുമാനങ്ങളും ചൈനയെ കൂടുതൽ വഷളാക്കി. അതിൽ മറ്റൊന്നായിരുന്നു കുരുവികളെ ഉന്മൂലനം ചെയ്യൽ. ധാന്യങ്ങൾ തിന്നുന്നു എന്ന കാരണം പറഞ്ഞ് രാജ്യത്തെ എല്ലാ കുരുവികളെയും മറ്റ് പക്ഷികളെയും കൊല്ലാൻ മാവോ ഉത്തരവിട്ടു. ഈ പ്രചാരണം നടത്തിയതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പ്രാണികളും കീടങ്ങളും അതിവേഗം പെരുകുകയും വിളകൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്നതായി ആളുകൾക്ക് മനസ്സിലായി. ഇത് ഭക്ഷ്യക്ഷാമം രൂക്ഷമാക്കുകയും ജൈവ സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഇത്രയും വലിയ പരാജയത്തിന് ശേഷം മാവോ വിമർശിക്കപ്പെട്ടു. എന്നാൽ തെറ്റ് സമ്മതിക്കാൻ മാവോ തയ്യാറായില്ല. പകരം 1966 സാംസ്കാരിക വിപ്ലവം എന്ന മറ്റൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. രാജ്യത്തെ സംസ്കാരത്തിന്റെ ഒരു വിപ്ലവം കൊണ്ടുവരിക എന്നതായിരുന്നു പേര് സൂചിപ്പിച്ചതെങ്കിലും മാവോക്ക് അധികാരം നിലനിർത്താനും എതിർപ്പിനെ അടിച്ചമർത്താനും വേണ്ടിയായിരുന്നു അത്. ഈ വിപ്ലവത്തിന്റെ പേരിൽ രാജ്യത്ത് ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. അയൽക്കാരെയും കുടുംബാംഗങ്ങളെയും ചാരവൃത്തി നടത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. മാവോയുടെ പ്രത്യയശാസ്ത്രത്തിന് എതിരായിട്ടുള്ളവരെ ഒറ്റുകാരായി പ്രഖ്യാപിച്ചു. ഏകദേശം 2 ദശലക്ഷം ആളുകൾക്ക് സാംസ്കാരിക വിപ്ലവം കാരണം ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. മൊത്തത്തിൽ മാവോയുടെ നയങ്ങൾ കാരണം 50 ദശലക്ഷം വരെ ആളുകൾ ചൈനയിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും മാവോയുടെ ഭരണകാലത്ത് സ്ത്രീകളുടെ തുല്യത, വിദ്യാഭ്യാസം എന്നിവയിൽ ചില നല്ല നേട്ടങ്ങളുണ്ടായി. രാജ്യവ്യാപകമായി പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിച്ചു. മാവോയുടെ നേതൃത്വത്തിൽ ചൈനയുടെ സാക്ഷരതാ നിരക്ക് വളരെയധികം മെച്ചപ്പെട്ടു. 1976 മാവോ സേതുങ് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുതിയ നേതാവ് അധികാരത്തിലെത്തി, ഡെങ് സിയാവോപിങ്. ഇദ്ദേഹമാണ് ആധുനിക ചൈനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചൈനയുടെ യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത്. മാവോയുടെ കാലത്ത് അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയവരിൽ ഒരാളായിരുന്നു ഡെങ് സിയാവോപിങ്. ഡെങ് വിശ്വസിച്ചത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ മേൽ സർക്കാരിനുണ്ടായിരുന്ന അമിത നിയന്ത്രണമാണ് കഴിഞ്ഞ 50 വർഷത്തെ തകർച്ചയ്ക്ക് കാരണമെന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ പ്രത്യയശാസ്ത്രം ഇന്ന് ചൈനീസ് പ്രത്യേകതകളുള്ള സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. ആദ്യം കാർഷിക മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ ഡെങ് കുടുംബ ഉത്തരവാദിത്ത സംവിധാനം, ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം അവതരിപ്പിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഗ്രാമങ്ങളിലെ സർക്കാരിന്റെ കയ്യിൽ തന്നെ നിലനിർത്തിയെങ്കിലും വ്യക്തിഗത കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകി. ഏത് വിളകൾ വളർത്തണം, ബിസിനസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മാത്രമല്ല, ഒരു നിശ്ചിത അളവിലുള്ള വിളകൾ കർഷകർ സർക്കാരിന് വിൽക്കേണ്ടതുണ്ട്. എന്നാൽ ആ ക്വാട്ട കഴിഞ്ഞാൽ അധികമുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാനും അധിക ലാഭം നേടാനും കഴിയുമായിരുന്നു. ഇത് കർഷകരെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചു, ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. അതേ ആശയം ഡെങ് ഫാക്ടറികളിലും നടപ്പിലാക്കി. ഫാക്ടറി മാനേജർ ഉത്തരവാദിത്ത സംവിധാനം അവതരിപ്പിച്ചു. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും മാനേജർമാർക്കും ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന ലക്ഷ്യം, വിൽക്കുന്ന വില, അവരുടെ ശമ്പളം എന്നിവ തീരുമാനിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. തൊഴിലാളികൾക്ക് ഉടമസ്ഥാവകാശത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒരു ബോധമുണ്ടായി. ഈ നയങ്ങൾ കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. 1978-നും 1984-നും ഇടയിൽ കാർഷിക ഉൽപ്പാദനം ശരാശരി 7.4% നിരക്കിൽ വർദ്ധിച്ചു. അടുത്ത വലിയ നടപടി വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, ശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു. 1986-ൽ സർക്കാർ നിർബന്ധിത വിദ്യാഭ്യാസ നിയമം അവതരിപ്പിച്ചു. ചൈനയിലെ എല്ലാ കുട്ടികൾക്കും 9 വർഷത്തേക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഈ നിയമം പാസാക്കിയ ശേഷം ചൈന അവിടെ നിർത്താതെ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ പണം ചെലവഴിക്കാൻ തുടങ്ങി. 1980-ൽ GDP-യുടെ ഏകദേശം 2% വിദ്യാഭ്യാസത്തിനായി സർക്കാർ ചെലവഴിച്ചതെങ്കിൽ 2010 ആയപ്പോഴേക്കും അത് GDP-യുടെ 4.1% ഉയർന്നു. കൂടാതെ ചൈന സാങ്കേതികത, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തൊഴിലുകൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കഴിവുകൾ ആളുകളെ പഠിപ്പിച്ചു. ഈ നടപടികൾ കാരണം ചൈനയിലെ സാക്ഷരതാ നിരക്കിൽ അത്ഭുതകരമായ പുരോഗതിയുണ്ടായി. 1982-ൽ 65% 2012-ൽ 95% കടന്നു. ഡെങ്ങിന്റെ അടുത്ത വികസന തന്ത്രമായിരുന്നു ടൗൺഷിപ്പ് ആൻഡ് വില്ലേജ് എന്റർപ്രൈസസ്. ഗ്രാമപ്രദേശങ്ങളിൽ സാമ്പത്തിക വളർച്ച കൊണ്ടുവരികയും ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയുമായിരുന്നു ലക്ഷ്യം. 1980-ൽ വിദേശ നിക്ഷേപം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ഡെങ് ചൈനയിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ സ്ഥാപിച്ചു. ഈ മേഖലകളിൽ നികുതി ഇളവുകൾ നൽകി. ഉദ്യോഗസ്ഥ മേധാവിത്വം ലഘൂകരിച്ചു. നിയന്ത്രണങ്ങൾ കുറച്ചു. പലപ്പോഴും ആളുകൾ ചൈനയുടെ വികസന കഥ പറയുമ്പോൾ ഈ പോയിന്റാണ് ആദ്യം പറയുക. എന്നാൽ ഈ ഘട്ടത്തിലേക്ക് എത്താൻ ചൈന മറ്റ് പല നടപടികളും എടുക്കേണ്ടതുണ്ടായിരുന്നു. വിദേശ കമ്പനികൾ ഒരു രാജ്യത്ത് നിക്ഷേപിക്കുമ്പോൾ അവർക്ക് കഴിവുള്ള ആളുകളെ ആവശ്യമുണ്ട്. ചൈനയിൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലിയായിരുന്നു. ആളുകൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ മേധാവിത്വം കുറവായിരുന്നു. കൂടാതെ സർക്കാരിൻ്റെ വിജയകരമായ പദ്ധതികൾ കാരണം ആളുകൾക്ക് ആവശ്യമായ പരിചയമുണ്ടായിരുന്നു. ഇതെല്ലാം വിദേശ നിക്ഷേപം വിജയകരമാക്കാൻ സഹായിച്ചു. ഷെൻഷൻ ചൈനയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായി മാറി.
ഈ നഗരം ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു പ്രധാന അന്താരാഷ്ട്ര മഹാനഗരമായി മാറി. വിദേശ കമ്പനികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ തുറന്ന വാതിൽ നയം അഥവാ ഓപ്പൺ ഡോർ പോളിസി ഉണ്ടാക്കി. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിനായി തുറന്നു. ഇതാണ് സാമ്പത്തിക ഉദാരവൽക്കരണം. ഇത് 1978 ചൈനയിൽ ചെയ്തു. ഇന്ത്യയിൽ അത് 1991 നടന്നത്. ഇതിന്റെ ഫലമായി നൈക്ക്, ആപ്പിൾ, ഫോക്സ് വാഗൺ തുടങ്ങിയ പല മൾട്ടിനാഷണൽ കമ്പനികളും ചൈനയിൽ തങ്ങളുടെ നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിച്ചു. ഇതിനെല്ലാം പുറമെ സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശാസ്ത്രീയ ഗവേഷണത്തിലും മുൻഗണന നൽകി. 1990 ഇന്ത്യയും ചൈനയും ഏതാണ്ട് ഒരേ നിലയിലായിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിശീർഷ GDP-യിൽ ഇന്ത്യ ചൈനയേക്കാൾ മുന്നിലായിരുന്നു. എന്നാൽ അവരുടെ മാറ്റം വളരെ ശ്രദ്ധേയമായിരുന്നു. ഇന്ന് ചൈനയുടെ പ്രതിശീർഷ GDP ഇന്ത്യയുടേതിനേക്കാൾ 3 ഇരട്ടിയിലധികമാണ്. ഈ വിപ്ലവകരമായ നയങ്ങളെക്കുറിച്ച് ഡെങ് സിയാവോപിങ് പറഞ്ഞത് കല്ലുകളിൽ ചവിട്ടി പുഴ കടക്കുന്ന സമീപനം താൻ സ്വീകരിച്ചു എന്നാണ്. എടുത്തുചാടിയുള്ള തീരുമാനങ്ങളായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും വിലയിരുത്തിക്കൊണ്ട് പ്രായോഗികമായ രീതിയിലാണ് ഓരോ തീരുമാനവും എടുത്തത്. പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ ആണെന്നും ഓരോ ഘട്ടത്തിലും വിലയിരുത്തി നയങ്ങൾ ക്രമീകരിക്കണമെന്നും ഡെങ് സിയാവോപിങ്ങിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഡെങ് സിയാവോപിങ് തികഞ്ഞൊരു വീരനായിരുന്നു എന്നല്ല ഇതിനർത്ഥം. സാമ്പത്തികമായി സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിരുന്നെങ്കിലും രാഷ്ട്രീയപരമായി അദ്ദേഹം ഒരു സ്വേച്ഛാധിപതി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് 1989 ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കൊല നടന്നത്. ഈ നയങ്ങളിലെല്ലാം അവഗണിക്കപ്പെട്ട ഒരു കാര്യം പരിസ്ഥിതിയായിരുന്നു. ഡെങ് സിയാവോപിങ്ങിന്റെ ഭരണകാലത്ത് തുടർന്ന സ്വേച്ഛാധിപത്യമാണ് ഇന്നും ചൈനയെ മുന്നോട്ട് നയിക്കുന്നത്. ഡെങ് സിയാവോപിങ്ങിന് വേണമെങ്കിൽ ചൈനയെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഒരു സ്വേച്ഛാധിപതി ഉയർന്നു വന്നത്. എങ്കിലും ചൈനയുടെ ഈ കഥ ലോകത്തിനൊരു വലിയ പാഠമാണ്. ശരിയായ നയങ്ങൾ, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരു രാജ്യത്തിന് എത്ര വേഗത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവന്ന് ലോകശക്തിയായി മാറാൻ കഴിയുമെന്ന് ഈ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഡെങ് സിയാവോപിങ്ങിന്റെ പരിഷ്കാരങ്ങളും അതിനുശേഷം സംഭവിച്ച മാറ്റങ്ങളെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. സാമ്പത്തികമായി വികസനം സാധ്യമായെങ്കിലും രാഷ്ട്രീയപരമായ ഏകാധിപത്യത്തിന്റെ പേരിൽ ചൈന ഇപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു സുപ്രധാനമായ ചോദ്യം ഉയരുന്നു. ചൈനയുടെ ഈ വികസന മാതൃക കേവലം ഒരു ഏകാധിപത്യ രാജ്യത്തിൻ്റെത് മാത്രമാണോ? ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചൈന തങ്ങളുടെ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഒരേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെങ്കിലും പുതിയ സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ ചൈന അവർക്കായി അത് ലഭ്യമാക്കുന്നു. ഇതൊരു ഏകാധിപത്യ രാജ്യമായി തോന്നാമെങ്കിലും ജനങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനും പണം സമ്പാദിക്കാനും ജീവിതം ആഘോഷിക്കാനുമുള്ള അവസരം അവർ നൽകുന്നുണ്ട്. ഒരു രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും പട്ടിണി അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നത് തന്നെ എത്ര വലിയ കാര്യമാണ്. മാത്രമല്ല, ചൈനയെ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമായി വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ചാൽ പല ജനാധിപത്യ രാജ്യങ്ങളെക്കാളും മികച്ച സ്ഥാനത്താണ് ചൈനയുള്ളത്. ഒരു രാജ്യത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും മോചിപ്പിച്ച് മെച്ചപ്പെട്ട ജീവിതം നൽകുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അത്തരമൊരു രാജ്യത്തെ കേവലം ഏകാധിപത്യ രാജ്യം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.